ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് നാട്ടിൽ നിന്ന് ജോർജിയയിലോട്ടേക്ക് വരുമ്പം ഒരു ബാഗിൽ വേണ്ട എസെൻഷ്യൽ കാര്യങ്ങളും പിന്നെ എന്തൊക്കെ കൊണ്ടുവരണ്ട എന്നൊരു വീഡിയോ ആണ്. കുറച്ച് സമയം ഉണ്ടാകും, മാക്സിമം ഷോർട്ടാക്കിയിട്ട് പറയാറുണ്ട്. കുറേ പേര് അപ്പം എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, കമൻറ്റ് സെക്ഷനിലും ഉണ്ടായിരുന്നു. കുറച്ച് പേര് DMs ഒക്കെ അയച്ചായിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഐപാഡ് വേണോ, ലാപ്ടോപ്പ് വേണോ, ബുക്സ് വേണോ, വൈറ്റ് കോട്ട് വേണോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം. എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ മറക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, എന്തൊക്കെ കൊണ്ടുവരണ്ട, ഇവിടുന്ന് എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ വേറെ ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഫസ്റ്റ് ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ടാണ് വൈറ്റ് കോട്ടും സെതസ്കോപ്പും വേണമെന്ന്. സെത്ത് ഫസ്റ്റ് സെമ്മിൽ ആക്ച്വലി ആവശ്യമില്ല. നമുക്ക് സെത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ക്ലിനിക്കൽസിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ യൂണിയിൽ തന്നെ സെത്ത് തരും, അല്ലാതെ സെത്ത് മാനറ്ററി ഒന്നുമല്ല ഫസ്റ്റ് സെമ്മിൽ. അപ്പം നിങ്ങളിപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കും, അപ്പം SUയിലേക്കാളും ജോർജിയയിലേക്കാളും 2 ഇൻടേക്കാണ് നമുക്ക് വരുന്നത് മെയിനായിട്ട്. സെപ്റ്റംബർ ഇൻടേക്കും മാർച്ച് ഇൻടേക്കും. ഈ സെപ്റ്റംബർ ഇൻടേക്കുകാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ജൂലൈയിലായിരിക്കും ഒരു ലോങ് വെക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ലോങ് വെക്കേഷനിലേക്ക് നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നത്. അപ്പം പിന്നെ ഉള്ള മാർച്ച് സെമ്മുകാർ വരുവാണെങ്കിൽ മാർച്ചിലത്തെ ഇൻടേക്കുകാരാണ് വരുന്നതെങ്കിൽ അവർക്ക് ജൂലൈയിൽ പോകാൻ പറ്റും. അതായത് ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞാൽ തന്നെ നാട്ടിൽ പോകാൻ പറ്റും. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് സെത്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ സെത്ത് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇപ്പം നിങ്ങളുടെ ബാഗിൽ സ്ഥലമുണ്ട്, വെയ്റ്റ്സ് ഒക്കെ മാനേജബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു സെത്ത് കൊണ്ടുവരാം. സെത്തിന് ഇവിടെ അത്യാവശ്യം വില കേട്ടോ. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബേസിക് സെത്ത് ഒരു 1000 നിൽക്കുന്ന ഒരു ബേസിക് സെത്ത് മതി. നിങ്ങൾക്കൊരു 3rd ഇയർ വരെയും. നമുക്ക് 3rd ഇയർ കഴിഞ്ഞിട്ടാണ് കൂടുതൽ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നത്. അപ്പോൾ 3rd ഇയർ ഒക്കെ വഴി നിങ്ങൾക്കൊരു ബേസിക് സെത്ത് മതി. പിന്നെ വൈറ്റ് കോട്ട്, നാട്ടിൽ നിങ്ങൾ വൈറ്റ് കോട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ്സിലൊക്കെ വൈറ്റ് കോട്ട് അവൈലബിൾ ആണ്. അറൗണ്ട് ഒരു 800 റുപ്പീസേ ആവത്തുള്ളൂ. പിന്നെ നാട്ടിലെ വൈറ്റ് കോട്ടും ഇവിടുത്തെ വൈറ്റ് കോട്ട് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇവിടുത്തെ വൈറ്റ് കോട്ട് ഫുൾ സ്ലീവാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു നീ ലെങ്തോളം ലെങ്ത് വരും ആ കോട്ടിന്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു അത്യാവശ്യം അഫോർഡബിളും കൂടിയാണ്. പിന്നെ മെഡിക്കൽ ഇതായിട്ട് അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് കൊണ്ടുവരണമെന്ന് ചോദിക്കുന്നുണ്ട്. ബുക്ക് ആക്ച്വലി നമുക്കിവിടെ എല്ലാം PDF ഫോമാറ്റിലാണ്. എല്ലാം ടെക്സ്റ്റ് ബുക്ക് ആയാലും ലെക്ചറിൻ്റെ മെറ്റീരിയൽ ആയാലും എല്ലാം നമുക്ക് ഈ ഫോമാറ്റിലാണ്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസസിലോട്ടായിരിക്കും മാക്സിമം ഈ മെറ്റീരിയൽസ് ഒക്കെ എത്തുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നോട്ട്സ് ചെയ്യുന്നവരെങ്കിൽ അവർക്ക് ബുക്ക് കൊണ്ടുവരാം. കുറേ ബുക്കൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം നിങ്ങൾ എപ്പോഴും ഈ ഓൺലൈൻ സോഴ്സസ് ആയിരിക്കും ട്രസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ റിസോഴ്സ് വഴി ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ പിന്നെ ഒത്തിരി ബുക്കൊന്നും വേണ്ട. എന്നാലും ഒരു ബേസിക് ഒരു 2-3 ബുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഞാൻ കൊണ്ടുവന്ന പോലത്തെ ഒരു 5 സബ്ജക്റ്റ് ബുക്ക് കൊണ്ടുവരാം ക്ലാസ്മേറ്റ്സിൻ്റെ. കാരണം ഇതിൽ തന്നെ നമുക്കിപ്പം അനാട്ടമി ആയാലും ഹിസ്റ്റോളജി ആയാലും ബേസിക് അല്ലെങ്കിൽ മാനറ്ററി ആയിട്ട് വരേണ്ട എല്ലാ സബ്ജക്റ്റും ഈ ഒരു ഒറ്റ ബുക്കിൽ തന്നെ പറ്റും. ഇതിൽ തന്നെ എല്ലാം നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഈ ഒരു ബുക്ക് മതി ഫസ്റ്റ് സെമ്മിലെ മാക്സിമം, അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിലെ മിക്ക സബ്ജക്റ്റും ഇതിൽ നമുക്ക് എഴുതാം. അതുകൊണ്ട് എഴുതേണ്ട സബ്ജക്റ്റൊക്കെ ഈ ഒരു ബുക്ക് മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മറ്റേ റഫ് ബുക്ക് കൊണ്ടുവരാം നിങ്ങളുടെ സാധാ ഒരു നോട്ടിന് വേണ്ടി. പിന്നെ പെന്നും പെൻസിൽസും അതൊക്കെ ഭയങ്കര മിനിമൈസ് ആയിട്ട് മതി, അല്ലെങ്കിൽ ഒരു പാക്കറ്റൊക്കെ മാക്സിമം മതി. ഇവിടെ പെൻ അങ്ങനെ എക്സ്പെൻസീവ് അല്ല, സ്റ്റിൽ എക്സ്പെൻസീവ് ആണ് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾക്കത് അത്യാവശ്യം ഒരു കുറച്ചൊക്കെ മതി. എന്താ പറയുക, ഒരു പാക്കറ്റ് പെന്നൊക്കെ മാക്സിമം അതൊക്കെ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടാബ്ലറ്റ് ആണോ, ടാബ് വേണോ, അതായത് ഐപാഡ് വേണോ, അതോ ലാപ്ടോപ്പ് വേണോ, അതിൽ ഐപാഡാണോ ലാപ്ടോപ്പാണോ ബെസ്റ്റ്. മെഡിക്കൽ സ്റ്റുഡൻസിൽ ഐപാഡ് നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ കമൻസും DMും വന്നിരുന്നു. അപ്പം ഐപാഡ് ആക്ച്വലി നെസസറി അല്ല. കാരണം ഞാൻ ഐപാഡ് കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് അറിയാവുന്ന കുറേ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ലാപ്ടോപ്പാണ്. സ്റ്റിൽ നമുക്കത് പഠിക്കാൻ പറ്റും. കാരണം ഇപ്പം ലാപ്ടോപ്പ് എടുത്താലും ഐപാഡ് എടുത്താലും അല്ലെങ്കിൽ ഏത് ടാബ്ലറ്റ്സ് എടുത്താലും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പം ഐപാഡിൻ്റെ കാര്യം അല്ലെങ്കിൽ ടാബ്ലറ്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ്. നമുക്കൊരു ഫിസിക്കൽ ബുക്കായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ഉള്ളൊരു ബുക്കായിട്ട് നമുക്കത് കൊണ്ട് നടക്കാം, എല്ലായിടത്തും കൊണ്ട് നടക്കാം. കാരണം അത് അത്രയും കോമ്പാക്റ്റ് ആണ്. നമുക്ക് അതിൽ തന്നെ നോട്ട് എഴുതാം, പ്രസൻറ്റേഷൻ തരുവാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് പഠിക്കാം. അങ്ങനത്തെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അതേസമയം ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ SUയിലായാലും ഈ പുറത്ത് പഠിക്കുന്നവർക്ക് നമുക്ക് എപ്പോഴും പ്രസൻറ്റേഷൻ മേക്ക് ചെയ്യണം.
അത് ഒരു സബ്ജക്റ്റിന് മിനിമം ഒരു 4 പ്രസൻറ്റേഷനിലെങ്കിലും ഒരു സെമസ്റ്ററിൽ വരും എങ്ങനെ പോയാലും. അപ്പം ആ ഒരു സെമസ്റ്റർ ഇതിനൊക്കെ ലാപ്ടോപ്പ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് കിട്ടും, ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാബ്ലറ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കീപാഡ് മേടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പില്ല, ലാപ്ടോപ്പാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു തേർഡ് അല്ലെങ്കിൽ 4th ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഒരു ടാബ് മേടിച്ചാൽ മതി. അതിപ്പോൾ ഐപാഡ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ സാംസങ്ങിൻ്റെ പുതിയ മോഡൽ അത്യാവശ്യം അഫോർഡബിളിൽ കിട്ടും, അതായാലും മതി. പിന്നെന്താ, അതാണ് ഒരു ഐപാഡിൻ്റെ അതിൻ്റേതായ. നിങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യലി ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഐപാഡ് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐപാഡ് മേടിക്കാം. ഇല്ല നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പാണുണ്ടെങ്കിൽ അത് മതി. പിന്നെ എഴുതി വെച്ചായിരുന്നു, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ക്ലോത്ത്സിൻ്റെ കാര്യം കേട്ടോ. നിങ്ങളിപ്പം സെപ്റ്റംബറിലാണ് വരുന്നെങ്കിൽ വിൻ്ററിൻ്റെ ഒരു തുടക്കമായിരിക്കും സെപ്റ്റംബർ. അതൊരു ഓട്ടം സീസൺ ആയിരിക്കും. അപ്പം അത്യാവശ്യം ഒരു ട്രാൻസിഷൻ ടൈമാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഹുഡീസും സെറ്റ് ഷർട്ടും കരുതുക. നിങ്ങൾ ഒരിക്കലും നാട്ടിൽ നിന്ന് ഹെവി ജാക്കറ്റ്സ് മേടിക്കരുത്. കാരണം ഹെവി ജാക്കറ്റ്സ് എത്ര വലിയ ഹെവിയാണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ തണുപ്പിന് അതൊന്നും നടക്കത്തില്ല. ഇവിടുന്ന് നമ്മൾ വന്ന് ഒരു ജാക്കറ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ ഒരു ജാക്കറ്റ്സ് ഒക്കെ ഒരു 2500 റേഞ്ചിലൊക്കെ കിട്ടും. നിങ്ങൾ ഓട്ടം സീസണിലാണ് വരുന്നെങ്കിൽ അപ്പോൾ സെയിലായിരിക്കും. എപ്പോഴും ഇവിടെ ഇങ്ങനെ സെയിൽ നടക്കും. അപ്പം പിന്നെ കുഴപ്പമില്ല, നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ മാർച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡെക്കാത്തലോണിൽ നിന്നൊരു ലൈറ്റ് ജാക്കറ്റ് മേടിക്കുന്നത്. കാരണം നിങ്ങൾ വന്നിറങ്ങുമ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം തണുപ്പായിരിക്കും. പിന്നെ ഇവിടെ ജാക്കറ്റ് മേടിക്കുക. പിന്നെ ആണെങ്കിൽ നിങ്ങൾ ഈ വിൻ്റർ സീസണിലെ ക്ലോത്ത്സ് മാത്രം കൊണ്ടുവരരുത്. സമ്മർ സീസണും കൂടി വരും ഇവിടെ. അപ്പോൾ സമ്മറിന് പറ്റിയ കുറച്ച് ക്ലോത്ത്സ് കൂടി നിങ്ങൾ കൊണ്ടുവരിക. കാരണം ഈ വിൻ്റർ മാത്രം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമ്മറിന് നമ്മൾ പെട്ടുപോകും. അത്യാവശ്യം ഒരു ബേസിക് ടീഷർട്ട്സൊക്കെ സമ്മർ ക്ലോത്ത്സ് കൂടി നിങ്ങൾ കരുതുക. പിന്നെ ഷൂസും ഷൂവും ചപ്പൽസിൻ്റെ ഒക്കെ കാര്യം പറയാനുള്ള ഒരു 1 അല്ലെങ്കിൽ 2 പെയർ ഷൂസ് മാക്സിമം കൊണ്ടുവരിക. പിന്നെ നിങ്ങളൊരു ചപ്പൽ കരുതുക. അതായത് ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ അകത്താണെങ്കിലും റൂമിൻ്റെ അകത്തൊക്കെ ഇടാൻ വേണ്ടി ഒരു ചപ്പൽ കൂടി കരുതുക. അത്രയും മതി. പിന്നെ സമ്മേഴ്സിന് സ്ലൈഡ്സ് കൂടി കരുതുക. പിന്നെ നിങ്ങൾ ബെഡ്ഷീറ്റ് ആക്ച്വലി നമുക്കിവിടെ എല്ലാ ഹോസ്റ്റൽസിലായാലും അപ്പാർട്ട്മെൻറ്റ്സിലായാലും ബെഡ്ഷീറ്റ്സും ബ്ലാങ്കറ്റ്സും എല്ലാം അവൈലബിൾ ആണ്. അവരെല്ലാം പ്രൊവൈഡ് ചെയ്യും. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് ഒരു ഡബിൾ കോട്ട് ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് കരുതുക. അത് മതി. നിങ്ങൾ ഡ്രസ്സ് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സും കൂടി എടുത്ത് വെക്കുക. കാരണം നമുക്കിവിടെ ദിവാലി, പെരുന്നാൾ, ഓണം അങ്ങനത്തെ ഈ ഫെസ്റ്റിവൽസൊക്കെ ഇവിടെ, ഹോളി അതൊക്കെ ഇവിടെ ആഘോഷിക്കും. അപ്പോൾ നിങ്ങൾ ഒത്തിരി ഒന്നും വേണ്ട, എന്നാലും കുറച്ചൊരു ബേസിക് കുറച്ച് ട്രഡീഷണൽ അറ്റേഴ്സും കൂടി കരുതുക. അത് നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. ഇവിടെ പിന്നെ ഇതുണ്ട്. പിന്നുള്ളത് നിങ്ങൾ കൊടയോ അല്ലെങ്കിൽ ഒരു ക്യാപ്പോ കൊണ്ടുവരാൻ നോക്കുക. കാരണം ഇവിടെ സമ്മർ ആകുമ്പം ഇത് രണ്ടും ആവശ്യം വരും. മഴയാണെങ്കിൽ കുടയാണ് കുറച്ചും കൂടി ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ക്യാപ്പ് ഇവിടെ പിന്നെയും കിട്ടും, കുട ഇവിടെ കിട്ടും. പക്ഷേ ഇവിടുത്തെ കുട എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം കട്ടിയുള്ള കുടയില്ല, സാധാ ഒരു ഭയങ്കര ലൈറ്റായിട്ടുള്ള കുടയാണ്. അപ്പോൾ അത് അത്രയ്ക്ക് സ്റ്റേബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഡ്യൂറബിലിറ്റി കിട്ടുമെന്ന് തോന്നുന്നില്ല. നാട്ടിലെ കുടയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊരു കുട കൊണ്ടുവരിക. പിന്നെ ഈ ജനറേഷനിൽ എല്ലാവരും സ്കിൻ കെയർ നോക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഇപ്പം സ്കിൻ കെയർ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സ്കിൻ കെയർ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവരിക. കാരണം ഇവിടെ സ്കിൻ കെയർ, ഹെയർ കെയർ, ബോഡി കെയർ എന്നൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ ഒന്നുമില്ല, ഒരു പ്ലെയിനാണ്, നിങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സൺസ്ക്രീനും മോയ്സ്ചറൈസറും കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് കൊണ്ടുവരിക. കാരണം വിൻ്ററിൽ ഇപ്പം എത്ര വലിയ ഡ്രൈ ആവാത്ത സ്കിന്നാന്ന് പറഞ്ഞാലും ഡ്രൈ ആവും. അപ്പം അത്യാവശ്യം ഒരു നല്ല വലിയ ഒരു ബോട്ടിൽ ബോഡി ലോഷനും ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു 2-3 ബോട്ടിൽ സൺസ്ക്രീൻ കൊണ്ടുവന്നാൽ ബെസ്റ്റ് ആയിരിക്കും. അതും ഒരു SPF 50 PA++ എടുക്കും, നല്ലതായിരിക്കും. കാരണം ഇവിടുത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. ഈ വിൻ്ററൊക്കെ 2-3-4 മാസമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല സമ്മറാണ്. ഇപ്പം ഭയങ്കര വെയിലാണ്. അപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സൂര്യൻ്റെ ഇതടിച്ചിട്ട് കയ്യിലൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പം നിങ്ങൾക്ക് നാട്ടിൽ അത്യാവശ്യം ഇപ്പം ഈ വട്ടമൊക്കെ ഭയങ്കര കൂടി വന്ന് ഞാൻ അറിഞ്ഞ്. പക്ഷെ എന്നാലും അതിലും കൂടുതൽ കുറച്ച് നമ്മളിപ്പോൾ വിൻ്ററിൽ നിന്ന് സമ്മറിലോട്ട് വരുമ്പം നമ്മൾ കുറേ മാസം സമ്മറിന് കാണാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യും.
അപ്പോൾ നിങ്ങൾ അത്യാവശ്യം സൺസ്ക്രീൻ മസ്റ്റായിട്ട് കൊണ്ടുവരിക. പിന്നെ ഈ ബോഡി വാഷൊക്കെ ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. പക്ഷെ നിങ്ങൾ ഈ ഫസ്റ്റ് ടൈമിൽ വരുമ്പം എല്ലാം കൂടി മേടിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങളെല്ലാം ഒരു ചെറിയ ചെറിയ ബോട്ടിൽസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ചെറിയ ഒരു 100 ml ഓയിലും എല്ലാം ഒരു 100 അല്ലെങ്കിൽ 50 ഒരു 1 month അല്ലെങ്കിൽ 3 weeks ഒക്കെ നിൽക്കുന്ന പറ്റിൽ ചെറിയ ചെറിയ ബോട്ടിൽസ് കൊണ്ടുവരിക. പിന്നെ ഇവിടുന്ന് മേടിക്കാം. ഡിറ്റർജൻറ്റ് ഒന്നും ആരും കൊണ്ടുവരരുത്, അതൊക്കെ ഇവിടുന്ന് കിട്ടും. അതൊക്കെ അഡീഷണൽ വെയ്റ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിറ്റർജൻറ്റ്, പിന്നെ കംഫർട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. അതൊക്കെ നിങ്ങളുടെ ഈ വാഷിങ്ങിൻ്റെ അനുസരിച്ചിരിക്കും. എല്ലാ ഹോസ്റ്റൽസിലും ഇതുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്. അപ്പാർട്ട്മെൻറ്റ്സിലും വാഷിംഗ് മെഷീനുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെന്താ, പിന്നെ നിങ്ങൾ മറക്കാതെ മസ്റ്റായിട്ട് കൊണ്ടുവരുന്നൊരു കാര്യമാണ് മെഡിസിൻസ്. നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലൊരു ഇതാക്കി വരിക. നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു പനി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഓരോ സീസണിൻ്റെയും ട്രാൻസിഷൻ ആയിട്ടാണ് മഴ പെയ്യുന്നത്. ഈ മഴ എന്ന് പറയുന്ന ആ ഒരു ക്ലൈമറ്റ് നമുക്ക് അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ല. ആ ടൈമിൽ നമുക്ക് പനി പിടിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു 4-5 പനിക്കുള്ള ഒരു സ്റ്റോക്ക് മെഡിസിൻസ് ആയിട്ട് വരിക. അതായത് കുറച്ച് ആൻറ്റിബയോട്ടിക്സ്, പാരസെറ്റമോള്, മെഫ്താല്, പിന്നെ ഒരു കഫ് സിറപ്പും കൂടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. കാരണം അറിയാമല്ലോ. പിന്നെ ഈ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് സിപ്പ് ലോക്കർ മേടിക്കുക. ഈ മെഡിസിൻസ് ഒക്കെ അതിലിട്ടിട്ട് ഈ മെഡിസിൻ്റെ എല്ലാം പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കാണുന്ന പോലെ, അതായത് പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കണം ഫസ്റ്റ് കാണേണ്ടത്. അങ്ങനത്തെ രീതിയിൽ വെച്ച് നിങ്ങൾ ലഗേജ് ബാഗിലിടുക. കാരണം അതൊരു എയർപോർട്ടിൽ ചെക്കിങ് ടൈമിൽ അതൊരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ചെക്ക് ചെയ്യുമ്പം എല്ലാ മരുന്നും പ്രിസ്ക്രൈബ്ഡ് ആകുമെന്ന് വിചാരിക്കും. എല്ലാം അത് നമ്മൾ എഴുതി വെക്കണം. എന്ത് മെഡിസിൻ എടുത്താലും നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ മസ്റ്റായിട്ട് വെക്കണം. പിന്നെ നിങ്ങളിപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ മോസ്ക്ലാവും അല്ലെങ്കിൽ ഒരു അസിത്രോമൈസിൻ, പാരസെറ്റമോൾ, ഇതൊക്കെ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട മെഡിസിനാണ്. പിന്നെ വിക്സ്, വോളിനി, അങ്ങനത്തെ ഈ മെഡിക്കൽ പരമായിട്ടുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളും കൊണ്ടുവരിക. ഇത് വിക്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. വോളിനി, മൂവ്, ഇപ്പം ബോഡി പെയിൻസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ ഡെയിലി ഇപ്പം പോകുന്നതല്ലേ, യൂണിയിൽ പോകുന്ന എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ, അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഇവിടെ അങ്ങനെ ഹോസ്പിറ്റൽസിൽ പോകുന്നത് കുറവാണ്. നമ്മൾ മാക്സിമം സെൽഫ് കെയർ ആണ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കറിയണം അത് ഇൻഷുറൻസ് ഏത് ഹോസ്പിറ്റലാണ്, എന്തോരം കവർ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കത് പോകാൻ പറ്റുള്ളൂ. അത് അത്ര എക്സ്ട്രീമിലേ പോകത്തുള്ളൂ. പിന്നെ ഫുഡ്, എനിക്കറിയാം നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാ റിലേറ്റീവ്സും വന്ന് കുറേ ചിപ്സും മുറുക്കും എല്ലാം തരും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ വരുന്ന ടൈം വിൻ്റർ ആയിരിക്കും. ഇപ്പം സെപ്റ്റംബറിലാണെങ്കിലും ഏത് ടൈമായിരിക്കും ഒരു വിൻ്റർ ട്രാൻസിഷൻ ഒരു ടൈമായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒത്തിരി ചിപ്സ് കൊണ്ടുവരരുത്. പ്രത്യേകിച്ച് ഈ ബനാന ചിപ്സൊക്കെ പെട്ടെന്ന് കനയ്ക്കും. അത് ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം എണ്ണ ഇറങ്ങിയിട്ട് പെട്ടെന്ന് കനയ്ക്കും. അപ്പം നിങ്ങളൊരു 1/2 kg, ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 1/2 kg മതി നിങ്ങളുടെ സ്നാക്സ്. അതായത് ഈ ഉപ്പേരി, മുറുക്ക്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് 1/2 kg മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മാഗി കൊണ്ടുവരാം. മാഗിയുടെ പാക്കറ്റ്സ് കൊണ്ടുവരാം. ഇവിടെ കിട്ടും, ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. അത് ഒരു മാഗിക്ക് 1 ലാരിയാണ്. അതായത് നാട്ടിലെ ഒരു 31 രൂപ വരും, നാട്ടിൽ 10 രൂപ മാഗി. പിന്നെ ഇവിടുത്തെ നൂഡിൽസൊക്കെ ഭയങ്കര ഉപ്പാണ്. നമുക്ക് ഇവിടുത്തെ എല്ലാ ഫുഡ് ഐറ്റംസിനും ഒരു പിടി ഉപ്പ് ഫ്രണ്ടിലാണ്. അപ്പം ഇവിടുത്തെ മാഗി കൊണ്ട് നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ കുറച്ച് മാഗി കൊണ്ടുവന്ന് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ച് ഈ സെൽഫ് കുക്കിംഗ് ആണോ മെസ്സാണോ നല്ലതെന്ന്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വരുന്ന ടൈമിൽ ഒരു 1 to 3 months ഒക്കെ മാക്സിമം നിങ്ങൾ മെസ്സ് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1 month മെസ്സ് എടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ വന്ന് കഴിഞ്ഞ് സെറ്റിലാവാൻ നമുക്കൊരു ടൈം എടുക്കും. ആ ടൈമിൽ കുക്കിങ്ങും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽറ്റി ആയിരിക്കും. അല്ലാതെ നോക്കുവാണെങ്കിൽ ഒരു 2-3 മാസം നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെൽഫ് കുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ ആണ് കാര്യങ്ങൾ. നാട്ടിലെ മസാലാസൊക്കെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. അപ്പം നിങ്ങൾ ഈ വരുന്ന ഏജൻസിയോട് ചോദിക്കുക. കാരണം ഇവിടെ ചില ഏജൻസീസ് നമ്മളെ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഹോസ്റ്റലിലാക്കും. ഈ ഹോസ്റ്റലിൽ നമുക്ക് ചിലപ്പോൾ ഒരു 6 month എഗ്രിമെൻറ്റ് കാണും. എല്ലാ ഹോസ്റ്റലിലും കാണത്തില്ല, എന്നാലും മിക്ക ഹോസ്റ്റലിലും ഒരു 6 month എഗ്രിമെൻറ്റ് കാണും. 6 month നമ്മൾ അവിടെ നിൽക്കണം, 6 month അവിടെ മെസ്സ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ മാസം 6 month ഒക്കെ ഇപ്പം മാർച്ചിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 6 month കഴിഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോകും. ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലാസൊക്കെ കൊണ്ടുവരാം.
അപ്പോൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ആദ്യമേ അപ്പാർട്ട്മെൻറ്റിലായിട്ടാണോ കൊണ്ടുവരുന്നത് അതോ ഹോസ്റ്റൽസിലായിട്ടാണോ കൊണ്ടുവരുന്നത്? ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പോലും അവർ 1 മന്ത് മെസ്സും കൂടി പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾ നോക്കുക, അവരോട് ചോദിക്കുക എങ്ങനെയാണ്, ആദ്യമേ ഹോസ്റ്റലാണോ ഈ അപ്പാർട്ട്മെൻറ്റാണോ ചോദിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ മസാലാസൊക്കെ കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾ ഈ സെപ്റ്റംബർ ഇൻടേക്കിന് വരുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് നെക്സ്റ്റ് ജൂലൈയിലാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് ജൂലൈയിൽ പോകുമ്പം നിങ്ങൾക്കൊരു 1 ഇയർ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഹോസ്റ്റൽസിൻ്റെ എഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞു നിങ്ങൾക്കൊരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് മൂവ് ചെയ്യാനാണ്. അപ്പം മസാലാസിൻ്റെ ആവശ്യം വരും. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പാക്ക് ചെയ്ത് ബേസിക് മസാലാസ് കൊണ്ടുവരിക. പിന്നെ ഇവിടെ മസാല കിട്ടും, നാട്ടിലത്തെ മസാലസൊക്കെ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. പക്ഷെ അത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലല്ല, അത്യാവശ്യം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരും. പക്ഷെ എന്നാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾ പിന്നെ പാത്രങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്കൊരു കപ്പ് കൊണ്ടുവരാം. ഒരു നമ്മൾ ചായ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു കപ്പ് ഉണ്ട്. പ്ലേറ്റ് ആക്ച്വലി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ മെസ്സ് എടുക്കുന്നെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം അപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ട് നിങ്ങൾ മെസ്സ് എടുക്കുന്നെങ്കിൽ പോലും അപ്പാർട്ട്മെൻറ്റ് ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ആണ്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പം പ്ലേറ്റ്സ് നിർബന്ധമില്ല. പിന്നെ ഒരു ഫ്ലാസ്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഫ്ലാസ്ക് പിന്നെ കെറ്റിൽ ഭയങ്കര മസ്റ്റാട്ടോ. ഇപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആയാലും മെസ്സായാലും നിങ്ങളൊരു കെറ്റിൽ കരുതുക. അതിപ്പോൾ കുക്കിംഗ് കെറ്റിലായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലത്. കാരണം ഇപ്പോൾ നിങ്ങൾ മെസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാൻ പറ്റും ആ കുക്കിംഗ് കെറ്റിലുണ്ട്. ലുലുവിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അത്യാവശ്യം ഒരു കുക്കിംഗ് കെറ്റിൽ കൊണ്ടുവരും, അത് മസ്റ്റാണ്, കെറ്റിൽ മറക്കരുത്. പിന്നെ വാട്ടർ ബോട്ടിൽസൊക്കെ ഒരു ചെറിയതൊക്കെ കൊണ്ടുവന്നാൽ മതി, ഇവിടെ കിട്ടും. എന്നാലും ചെറുതൊക്കെ കൊണ്ടുവന്നാൽ ഞാൻ ആരും കണ്ടിട്ടില്ല ഇങ്ങനെ വാട്ടർ ബോട്ടിൽസൊക്കെ കൊണ്ടുവരുന്നത്. നമ്മളൊക്കെ ഇവിടുത്തെ നോർമൽ വാട്ടറാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ജോർജിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാപ്പ് വാട്ടറാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ ടാപ്പ് വാട്ടറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളത് മനസ്സിൽ പറഞ്ഞു പഠിക്കുക, ഇവിടെ ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെറ്റിലുണ്ടെങ്കിൽ ഞാനൊക്കെ വന്ന ടൈമിൽ എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു. കാരണം ഞാൻ നിന്ന ഹോസ്റ്റലിൽ നമുക്ക് സിങ്കിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ കെറ്റിലിൽ വെള്ളം എടുത്തിട്ട് ചൂടാക്കിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അതൊരു ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീ പൗഡറൊക്കെ കുറച്ച് ഒരു ചെറിയ കണ്ടെയ്നർ കുറച്ച് ടീ പൗഡറും കുറച്ച് കോഫി പൗഡറും കൊണ്ടുവരാം. ഇവിടെ നെസ്കഫെ കിട്ടും. വേറെതൊക്കെ ഇവിടുത്തെ ബ്രാൻഡാണ്, നാട്ടിലെ ബ്രാൻഡ് ഞാൻ കേട്ടിട്ടില്ല. നാട്ടിൽ കിട്ടുന്ന ഒരു ബ്രാൻഡ് നെസ്കഫെയാണ്, അത് വേണമെങ്കിൽ കൊണ്ടാം. ഷുഗർ ഒന്നും കൊണ്ടുവരണ്ട, അതൊക്കെ ഇവിടുന്ന് കിട്ടും, അതൊക്കെ ഇവിടെ അഫോർഡബിൾ ആണ്. ഇപ്പം ഫുഡായി, യൂട്ടിലിറ്റി ആയി. പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്, നിങ്ങൾ 2 മന്ത് കഴിഞ്ഞ് കുക്ക് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു പാത്രം എന്ന് പറഞ്ഞാൽ കുക്കറാണ്. ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്ററിൻ്റെ ഒരു കുക്കർ കൊണ്ടുവന്നാൽ മതി. ബാക്കിയെല്ലാം ഈ അപ്പാർട്ട്മെൻറ്റ്സിൽ കിട്ടും. നിങ്ങളുടെ ഈ ബാഗിൽ സ്ഥലമുണ്ട്, വെയിറ്റ് മാനേജബിൾ ആണെങ്കിൽ ഒരു ചെറിയ സോസ് പാനും കൂടി കൊണ്ടുവരാം, അത് 2 കൂടി മതി. ബാക്കിയെല്ലാം ഇവിടെ കിട്ടുന്ന സംഭവങ്ങളാണ്. പിന്നെ ഗേൾസിൻ്റെ സെക്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നാപ്കിൻസ് അല്ലെങ്കിൽ സാനിറ്ററി പാഡ് കൊണ്ടുവരാൻ ശ്രമിക്കാം. കാരണം നമ്മൾ ഈ ട്രാവലിൻ്റെ ഒരു സ്ട്രെസ്സും ഈ ക്ലൈമറ്റ് ചേഞ്ചും കാരണം നിങ്ങൾക്ക് ഡേറ്റൊക്കെ നേരത്തെ ആവാൻ ചാൻസ് ഉണ്ട്. PCOD ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് കംഫർട്ടായി കുറച്ച് ബ്രാൻഡ്സ് നാട്ടിൽ കാണും, അത്യാവശ്യം കൂടുതൽ കൊണ്ടുവരിക. അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കുക. കാരണം ഇവിടെയൊക്കെ നമ്മളിപ്പോൾ പാഡൊക്കെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പം സമയമെടുക്കും. അതായത് ഇവിടെ പാഡൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ്, പക്ഷെ നമുക്കത് മേടിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ മേടിക്കും. പക്ഷേ ഫസ്റ്റിലേ വന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളത് പർച്ചേസ് ചെയ്യണം. നാട്ടിൽ നിന്ന് അത്യാവശ്യം ഒരു 1-2 മന്ത്സ് ബാക്കപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ ബാഗിൻ്റെ കാര്യം, ഇപ്പം നിങ്ങൾ വലിയ ബാഗൊന്നും യൂണിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ബുക്കൊന്നും ഇല്ല, ബുക്കൊന്നും ഇങ്ങനെയില്ല. നമ്മൾ ലെക്ചേഴ്സിനൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു റഫ് ബുക്കിലായിരിക്കും. അപ്പോൾ ബുക്കിൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ വലിയ ബാഗൊന്നും കൊണ്ടുവരുത്. ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പാണ് കൊണ്ടുവരുന്നതെങ്കിൽ ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗ്, ആ ഒരു ബാഗിൽ തന്നെ നിങ്ങൾക്ക് യൂണിയിലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. എക്സ്ട്രാ ഒരു ബാക്ക് പാക്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ കിട്ടും സൈഡ് ബാഗ്സൊക്കെ അത്യാവശ്യം അഫോർഡബിളായിട്ട്. പിന്നെ നിങ്ങളൊരു യൂണിവേഴ്സൽ അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ കിട്ടും നമുക്കൊരു അഡാപ്റ്റർ. കാരണം ഇവിടുത്തെ അഡാപ്റ്റർ ഇതാണ് ഈ 2 പിന്നാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുവന്നാൽ മതി. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഒരു 3 ഞാൻ മേടിച്ചതാണ്. അപ്പം നിങ്ങൾക്ക്
അഡാപ്റ്റർ കൊണ്ടുവന്നാൽ ഓക്കെ, അല്ലെങ്കിൽ ഒന്നും സീനില്ല. പിന്നെ നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ അത്യാവശ്യം സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റായിട്ട് കൊണ്ടുവരിക. കാരണം ഇവിടെ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കാൻ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഇപ്പോൾ ടാബായാലും ഫോണായാലും ഒരു എക്സ്ട്രാ സ്ക്രീൻ ഗാർഡ് കൂടി കരുതുക. പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് ഈ പൈസ കൊണ്ടുവരണോ എന്നൊക്കെ ഉള്ളത്. അപ്പം ആക്ച്വലി പൈസ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു 24 hours അല്ലെങ്കിൽ 1 ഡേക്കുള്ളിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റുഡൻറ്റ് കാർഡ് എടുക്കാൻ പറ്റും. ബാങ്ക് ഓഫ് ജോർജിയയിൽ BOG എന്ന് പറയുന്ന ഇവിടുത്തെ ബാങ്ക്, അവിടെ നിന്ന് എല്ലാവർക്കും സ്റ്റുഡൻറ്റ് കാർഡ് എടുക്കാൻ പറ്റും. 1-2 days കഴിയുമ്പോഴത്തേക്ക് കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പം പിന്നെ നാട്ടിലെ നമ്മുടെ മാസ്റ്ററും വിസ കാർഡും അത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ടാപ്പ് ചെയ്യാൻ പറ്റും. എവിടെ വേണമെങ്കിലും ഈ കാർഡ് ടാപ്പ് ചെയ്യാം, മെട്രോയിൽ ടാപ്പ് ചെയ്യാം, ഷോപ്പിംഗ്സിൽ ടാപ്പ് ചെയ്യാം, എല്ലാത്തിനും ടാപ്പ് ചെയ്യാം. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പൈസയും വിഡ്രോ ചെയ്യാൻ പറ്റും. BOG വഴി വിഡ്രോ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 ലാരി, അതായത് 90 രൂപ മാത്രമേ കമ്മീഷനായിട്ട് പോകത്തുള്ളൂ. അപ്പം നിങ്ങൾ അത്യാവശ്യം ഇന്ത്യൻ അക്കൗണ്ടിൽ പൈസ കൊണ്ടുവന്നാൽ മതി. കയ്യിൽ ഒത്തിരി പൈസ നിങ്ങൾ കൊണ്ടുവരണ്ട. നിങ്ങൾ പൈസ കൊണ്ടുവരണം നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇതിന് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ ഒരു 100 അല്ലെങ്കിൽ 150, 200ൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഡോളറായിട്ട് കൊണ്ടുവരിക. ഡോളറാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് നല്ലത്. ഡോളർ ഒരു 200 ഒക്കെ മാക്സിമം, അത്രയും ഡോളർ കൊണ്ടുവന്നാൽ മതി. ബാക്കിയൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്ത്യൻ അക്കൗണ്ട് ഇവിടെ എടുക്കാം. ഇപ്പം ഇന്ത്യൻ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അക്കൗണ്ട് ഇതാക്കുമ്പോൾ നാട്ടിൽ നിന്ന് പൈസ അയക്കാനും പറ്റും. അപ്പം ക്യാഷ് ഞാൻ ഒത്തിരി പ്രൊമോട്ട് ചെയ്തില്ല, ഒത്തിരി ക്യാഷ് കൊണ്ടുവരാൻ ഇതാക്കത്തില്ല. കാരണം നമ്മളൊരു പുതിയ കണ്ണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. അപ്പം ഇത്രയും പൈസയും കൂടി കൈ ഇരിക്കുമ്പോൾ നമുക്കൊരു മെൻ്റൽ സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങളത് വെച്ച് നോക്കുക. അപ്പോൾ പൈസ ഒരു $200 ഒക്കെ മാക്സിമം മതി. പിന്നെ നിങ്ങൾ ഇവർ ഏജൻസിക്കാർ പറയുമല്ലോ ഇപ്പം നിങ്ങൾക്ക് എത്ര ഫീസ് വരുന്നത്, യൂണിയൻ എത്ര ഫീസാണെന്നൊക്കെ പറയും. അതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ ഒരു 50,000 to 20,000 ഒരു എക്സ്ട്രാ നിങ്ങളുടെ കയ്യിലിരിക്കണം. അത് അങ്ങനെ ചിലവാകത്തില്ല. കാരണം ഒരു കൺട്രിയിലോട്ട് വരുമ്പം എന്തായാലും നമുക്ക് കുറച്ച് പൈസ ആവശ്യം വരും. ഒരു അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ച് സെറ്റാകുമ്പോഴത്തേക്ക് ഇതാവും. കുറച്ച് പൈസ നിങ്ങൾ പോക്കറ്റ് മണി ആയിട്ട് കയ്യിൽ വെക്കുക. അതിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി, ഇന്ത്യൻ അക്കൗണ്ടിൽ ഇട്ടാൽ കാർഡ് മതി. നിങ്ങൾ വരുമ്പോഴത്തേക്ക് പക്ഷേ ഈ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കിയിട്ട് വരണം. ഇപ്പോൾ ഫെഡ് മൊബൈലൊക്കെ ആണെങ്കിൽ ഫെഡ് മൊബൈൽ വഴി ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ SBIയുടെ ആണെങ്കിൽ എനിക്കറിയാം റൂപേ കാർഡ് ഇവിടെ വർക്ക് ചെയ്യില്ല കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്നത് മാസ്റ്റേഴ്സ് വിസ കാർഡ്സുമാണ്. അത് ഏത് ഇതിലാണ് പറ്റും. പിന്നെ കാനറ ബാങ്കിന് നിങ്ങൾ എടുത്താൽ ഈ വിഡ്രോ ചെയ്യുന്ന ടൈമിൽ കുറച്ച് പൈസ കുറച്ച് പോകും. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് നമ്മളിപ്പം ഗൂഗിൾ റേറ്റ് വെച്ചൊക്കെ എടുക്കുന്നെങ്കിൽ ഇപ്പം 3000 രൂപ എടുത്താൽ 3001 അല്ലെങ്കിൽ 3200 രൂപയൊക്കെ നമ്മുടെ ഈ ഫെഡറൽ ബാങ്കിൻ്റെ പോവും. പക്ഷേ കാനറയ്ക്ക് അത്രയും പോകത്തില്ല. ഒരു മാക്സിമം 500 പോകത്തില്ല, മാക്സിമം ഒരു 200 ഒക്കെ റേഞ്ചിൽ നിൽക്കും. നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻറ്റിനോടും നിങ്ങൾ വരുന്ന കൺസൾട്ടൻസിയോടൊക്കെ ചോദിക്കുക. കറക്റ്റ് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നടത്തുക. കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എങ്ങോട്ടേക്കാണ് സ്റ്റേ, എത്ര മന്ത് നിങ്ങൾ അവിടെ നിൽക്കണം, ഫുഡ് എങ്ങനെയാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മളിപ്പം ജോർജിയയിൽ ഇന്ത്യൻ മെസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ മിക്ക മെസ്സും 2 ടൈം ഫുഡാണ്. ലഞ്ചും ഡിന്നറും മാത്രമാണ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡെയിലി നാട്ടിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരുന്ന ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു 1-2 വീക്സിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കരുതുക. കാരണം ചോക്കോസോ കെലോക്സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കരുതിക്കൊണ്ട് വരിക. അപ്പോൾ നിങ്ങൾ വന്ന ടൈമിൽ ഈ ഫുഡിൻ്റെ ഒരു സാധനം മിസ്സാവത്തില്ല. നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തായാലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ ഫുഡും കൂടി മോശമായി കഴിഞ്ഞാൽ ഫുൾ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് കരുതുക, അത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ഫ്രൂട്ട്സൊക്കെ കിട്ടും, അത്യാവശ്യം അഫോർഡബിൾ തന്നെയാണ് ഫ്രൂട്ട്സ്. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നമുക്കിപ്പം കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ മേടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എപ്പോഴും പാക്ക് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം ക്ലോത്ത്സൊക്കെ ഇപ്പം ഒരു വാക്വം പമ്പ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. സിപ്പർ ലോക്കാണ്. നിങ്ങളുടെ ബൾക്കി ഡ്രസ്സസൊക്കെ ഇട്ടിട്ട് ആ വാക്വം പമ്പ് വെച്ചിട്ട് മാക്സിമം എയർ പുറത്ത് കളയാൻ പറ്റും. അപ്പം അതൊക്കെ വെച്ച് നമുക്കൊരു പ്രോപ്പർ ഒരു നല്ല പോലെ നമുക്ക് പാക്ക് ചെയ്യാൻ സഹായിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക, അതൊക്കെ നല്ലതാണ്. അപ്പം എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 40 കിലോ ആണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ 38-39 വെച്ച് നിർത്തുക. അതിൽ കൂടുതൽ ആരും കൊണ്ടുവരാൻ നോക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ എക്സ്ട്രാ പേ ചെയ്ത് കുറച്ചുകൂടി കിലോ കൊണ്ടുവരിക.
പിന്നെ നിങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കൊള്ളാം. നിങ്ങളുടെ കറക്റ്റ് ഫ്ലൈറ്റിൽ നിങ്ങൾ വരുന്ന ഫ്ലൈറ്റ് നോക്കി എത്ര കിലോ കൊണ്ടുവരാം അതെല്ലാം നോക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. കാരണം ഞാൻ വന്ന ടൈമിൽ എനിക്ക് അത്യാവശ്യം കുറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു. കാരണം എൻ്റെ ആ ഒരു ടൈമിൽ ലാപ്ടോപ്പ് ബാഗായിട്ട് എക്സ്ട്രാ ബാഗ് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ എനിക്കൊരു 6K പേ ചെയ്തിട്ടാണ് ഞാനൊരു എക്സ്ട്രാ ഒരു 5 kg കൊണ്ടുവന്നത്. എൻ്റെ ഫ്രണ്ട് ഗൾഫ് എയർ വഴി വന്ന് അവർക്ക് ഒരു 72 kg ഗൾഫ് എയർ അലോ ചെയ്യും ഈ സ്റ്റുഡൻസിൻ്റെ ഓഫറിന്. പക്ഷെ അത് ആ ടൈമിൽ ഇല്ലേനു. അപ്പോൾ നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ച് നിങ്ങൾക്ക് എത്ര കിലോ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് 40 കിലോ കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ 38, 39 വെച്ച് നിർത്തുക. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അതിന് മേലെ കൊണ്ടുവരാൻ നിൽക്കരുത്. കാരണം ഈ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റ് ടൈമിൽ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം 38, 39 രീതിയിൽ തന്നെ നിർത്തുക. പിന്നെ ബബിൾ ഡ്രോപ്പ് ചെയ്യുമ്പം നിങ്ങൾ ഈ എയർപോർട്ടിൽ വെച്ച് ബബിൾ ഡ്രോപ്പ് ചെയ്യാൻ നോക്കുക. കാരണം അവിടെ തന്നെ നമുക്കിപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്ത് ബബിൾ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ 500 ആണ് എനിക്ക് 500 ആണ് പെർ പെട്ടിക്ക് വന്നത്. അപ്പം അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചെക്കിങ് ടൈമിൽ ഈ വെയിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഈ ബബിൾ ഡ്രോപ്പുകാരുടെ പോയി കഴിഞ്ഞാൽ ഇവരത് അയച്ചിട്ട് നമുക്ക് വേണ്ട സാധനം മാറ്റി പിന്നെയും ഇവർ ഫ്രീ ആയിട്ട്, അത് നോ കോസ്റ്റിലാണ് പിന്നെയും ഇവർ ബബിൾ ഡ്രോപ്പ് ചെയ്ത് തരുന്നത്. അതിപ്പോൾ നമുക്കൊരു മിസ്സാവത്തില്ല. പിന്നെ അപ്പം നിങ്ങൾ മാക്സിമം ഒരു 38 വെച്ച് നിർത്തുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പുതിയ ഒരു രാജ്യത്തോട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റേതായ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണം. എത്രയൊക്കെ നമ്മൾ എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞാലും പുതിയ ഒരു നാടാണിത്, ഇന്ത്യ പോലെയല്ല. അപ്പം ഇവിടുത്തെ ഈ ആൾക്കാരൊക്കെ നല്ല കേട്ടോ, അവർക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. പക്ഷെ എന്നാലും നിങ്ങൾ വരുമ്പം നിങ്ങൾ ചിലപ്പം നാട്ടിൽ പോയി എക്സ്പെക്റ്റ് ചെയ്യില്ല. നമ്മുടെ കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വേണം, എല്ലാം നമ്മൾ തന്നെ ആയിരിക്കും വേണ്ടത്. ഒരു പനിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ഫ്രണ്ട്സ് കാണുമെന്നാലും നമ്മൾ വേണം നമ്മളെ നോക്കാൻ. അത് നിങ്ങൾ മെൻ്റലി കുറച്ച് പ്രിപ്പറേഷൻ ചെയ്തിട്ട് വരിക. ഇപ്പം വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം സേഫ് കൺട്രിയാണ്. നമുക്ക് രാത്രിയിലൊന്നും പോകുന്നതിനും അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമില്ല. നമുക്കിപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്കിവിടെ അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. നമുക്ക് അവരങ്ങനെ ഹാം ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ഒരു മെൻ്റൽ ഇത് വേണം. ഇവിടെ ഒരു പുതിയ രാജ്യത്തോട്ട് വരുമ്പം നിങ്ങൾ അത്യാവശ്യം മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആകുക. എല്ലാ സിറ്റുവേഷനും വരുമെന്ന് പ്രതീക്ഷിച്ച് വരിക. അപ്പം നിങ്ങൾക്ക് വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമെന്ന് പ്രതീക്ഷിച്ച് വന്നാൽ കുഴപ്പമില്ല. കാരണം നമ്മൾ മനസ്സിൽ ഇതിലും മോശമായിട്ടുള്ള സിറ്റുവേഷനാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത്, അതിലത്ര ആയില്ല എന്ന് ആ ഒരു സംഭവം കിട്ടും. അപ്പോൾ മെൻ്റലി പ്രിപ്പറേഷൻ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫാമിലിയായിട്ട് അത്രേ ഉള്ളൂ, കൂടുതൽ ചളാക്കുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വിചാരിക്കുന്ന മാക്സിമം ഞാൻ കവർ ചെയ്തെന്ന്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ DM-ൽ മെസ്സേജ് അയക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം താങ്ക് യു, ബൈ.